ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിൽടോപ്പ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്ലം കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതിലുള്ള വ്യത്യാസം, മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓവനോ അല്ലെങ്കിൽ ഒരു ബീറ്ററോ ഒന്നും യൂസ് ചെയ്യാതെ, ഈവൻ ഒരു കുക്കർ പോലും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല. വിറകടുപ്പിൽ ഒരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മാക്സിമം എനിക്ക് വേണം. എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ ഞാൻ എല്ലാവരെയും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഉരുളി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ ഹോം മെയ്ഡ് വൈൻ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് പഞ്ചസാര, നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളയ്ക്കണം. തിളച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അടുത്ത ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ജിഞ്ചർ പീലും ക്യാൻഡിപ്പീലും ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് എടുത്തിരിക്കുന്നത്, ജിഞ്ചർ പീലും ക്യാൻഡിപ്പീലും. അടുത്തതായിട്ട് നമുക്ക് ടൂട്ടി ഫ്രൂട്ടിയും കിസ്മിസും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത്, അതായത് ഇപ്പം നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈനും ഷുഗറും കൂടെ ഒരുമിച്ച് ബോയിൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സോൾട്ട് ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിട്ടത് ജിഞ്ചർ പീല് ക്യാൻഡിപ്പീല് അതിലേക്ക് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇട്ടത് ടൂട്ടി ഫ്രൂട്ടിയും കിസ്മിസും അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഇനി നമുക്ക് ചോപ്പ്ഡ് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഡേറ്റ്സ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതൊരു ഏകദേശം ഒരു അരമണിക്കൂറോളം നമുക്കിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, ഇത് അടുക്കി പിടിക്കാതെ.
നമ്മളിതൊരു ഏകദേശം അരമണിക്കൂർ ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇത് കുക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഹണി ആഡ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ്. ഹണി ആഡ് ചെയ്യലൊരു പണിയാണല്ലോ. തിക്കായ ഹണി ആയതുകൊണ്ട് പാത്രത്തിന് വീണില്ല. ഫ്രൂട്ട്സ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇറക്കി വയ്ക്കാം. നല്ല ചൂടാണ്. ആഹാ, എന്ത് മനോഹരമായ മണം. അടിപൊളി മണമല്ലടാ. ഇതിവിടെ വയ്ക്കാൻ കുറച്ച് നേരം. അപ്പോൾ പ്ലം കേക്കിൻ്റെ ഫ്രൂട്ട്സ് മിക്സിങ് ഏകദേശം കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് തണുത്ത് എല്ലാം കഴിഞ്ഞിട്ട് പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് അടുത്ത എപ്പിസോഡായിട്ട് എടുക്കാം. ഒടുക്കത്തെ ചൂടാണല്ലോ. അപ്പോൾ ഇതുപോലുള്ള മനോഹരമായ കുക്കിംഗ് വീഡിയോസിനായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ ഇറ്റ്സ് മീ സെബിൻ സൈനിങ് ഔട്ട് ഫ്രം ഹിൽടോപ്പ് കിച്ചൺ. ജവാ, കേക്ക് അടിക്കാൻ ഫ്രൂട്ട്സ് ഉണ്ടാവോ? വേണ്ട വേണ്ട, എൻ്റെ വാ പുള്ളിയടാ. അടിപൊളിയാണോ? പൊള്ളരുത് കേട്ടോ. ഇത് കഴിയുമ്പോൾ കഴിച്ചാൽ മതി, ചൂടാറിയിട്ട് കഴിച്ചാൽ മതി. വാക്ക് പൊള്ളിക്കഴിഞ്ഞാൽ വൻ സീനാണ്.